യൂട്യൂബ് ചാനൽ സ്പൈസി പാരഡൈസിന്റെ മറ്റൊരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവർക്കും അറിയാലോ, ഓണാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ ഈ പ്രാവശ്യം ഓണം ആഘോഷിക്കാൻ വേണ്ടി അങ്ങ് കാവനൂര് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയാൻ വഴി ഉണ്ടാവില്ല, അങ്ങ് മലപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ വരുന്ന വീഡിയോയിൽ നമ്മൾ ഓണ സെലിബ്രേഷനെ കുറിച്ചായിരിക്കും നിങ്ങൾക്ക് മുന്നിൽ എത്താൻ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് മലപ്പുറത്തേക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ബാംഗ്ലൂർ ടു ഒരു മലപ്പുറം ബ്ലോഗ്. അപ്പൊ നമ്മളെ സ്വന്തം ആനവണ്ടിയിലാണ് മലപ്പുറത്തേക്ക് പോകുന്നത്, ബാംഗ്ലൂരിൽ. അത് നമ്മൾ ബാഗ് പാക്ക് ചെയ്ത് റെഡിയായി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. കമോൺ, നമുക്ക് കണ്ടിട്ട് വരാം. അപ്പൊ നമ്മളെ സ്വന്തം സീതാറാംപാല മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ പോകുന്നത് ദീപാഞ്ജലി നഗർ മെട്രോ സ്റ്റേഷനിലേക്കാണ്. അപ്പൊ ഫുള്ള് റഷാണ്. Spicy paradise, life feels so nice. Enjoy every slice, no need to think twice. അങ്ങനെ നമ്മള് സീതാറാംപാല മെട്രോ സ്റ്റേഷനിൽ എത്തി. ഇനി ഇവിടുന്ന് നമുക്ക് 2 മിനിറ്റ്, അല്ലെ 1 മിനിറ്റ് ആകുമ്പോ നമ്മളെ മെട്രോ വന്നോണ്ടിരിക്കുകയാണ്. ഈ മെട്രോയിൽ വേണം നമുക്ക് സാറ്റലൈറ്റിലേക്ക് പോവാന്, അതായത് ദീപാഞ്ജലി നഗർ സ്റ്റോപ്പിലേക്ക് പോവാന്. ബേക്ക് പോയി നിൽക്കാം, അപ്പൊ സ്പേസ് ഉണ്ടാവും. ഓൾറെഡി ഇന്ന് ഫുള്ള് റഷാ തോന്നുന്നു. ഏറ്റവും പേര് സ്പേസ് ഉണ്ടാവില്ല പൊട്ട. നമ്മൾ 9 മണിക്ക് എത്തുള്ളൂ. അമ്മേനോട് അറിയാം, ദീനമ്മേനോട്. എനക്കാണ് എന്റെ അമ്മ. എനിക്ക് 2 അമ്മയാ. തന്താനീനാണ് ആ മ്യൂസിക് ഇടട്ടോ. മയ്യപ്പനാണ് എത്താനായി. ഇനി എത്ര ദൂരം പോകണ്ട്? ഇനി 1 മണിക്കൂർ. നമ്മളങ്ങനെ ദീപാഞ്ജലി നഗർ എത്തി. നമ്മളതാ 8:05 ആയപ്പോ ഇവിടെ കറക്റ്റ് എത്തി. ഇനി നമ്മള് ഫുഡ് കഴിക്കാനുള്ള ടൈം മാത്രമേ ഉള്ളൂ. അടി കൂടിയിട്ട് 40 രൂപ ഒരാൾക്ക്. എന്താ വണ്ടിയാണ്? അതവിടെ 80 രൂപ കൊടുത്തിട്ട് ഒരാൾക്ക്. അങ്ങനെ നമ്മൾ സാറ്റലൈറ്റ് എത്തി. വിശന്നിട്ട് വയ്യ, പക്ഷെ അധികം കഴിക്കാനുള്ള സമയവും ഇല്ല. അതുകൊണ്ട് ഇവിടെ ആളുകൾക്ക് ട്രാവലിംഗ് ചെയ്യുമ്പോ ഏറ്റവും വേഗത്തില്, അതേമാതിരി വിശപ്പടക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇമ്പീരിയോന്റെ താഴെ ഷവർമ കിട്ടും, അത് കഴിക്കാം. ഇവിടെ അൽഫാമുണ്ട്, ഗ്രില്ലുണ്ട്, ഷവായ ഉണ്ട്, ഷവർമ ഉണ്ട്. ഞങ്ങൾ വാങ്ങാൻ പോകുന്നത് ഷവർമ. എന്താ ജ്യൂസ് വേണ്ടേ? പൾപ്പാ അല്ലെങ്കിൽ ടെൻഡർ കോക്കനട്ടോ? പറ, ഇതിന് ഏതാ കൊടുക്കണ്ടേ? ഇല്ലേ, കൊടുത്തു. വെയിറ്റ് ചെയ്യാ. ഷവർമ ഇങ്ങനെ ചൂട് പൊള്ളി ഇരിക്കുകയാണ്. അതിന്റെ അപ്പുറത്ത് നോക്ക്, ഇത് പോപ്കോൺ വേണോ? എനിക്ക് ഷവർമ മതി. ഷവർമ ലവേഴ്സ് കമന്റ് ബിലോ. നമ്മള് സാറ്റലൈറ്റ് ബസ് സ്റ്റാൻഡിലെത്തി. ഇമ്പീരിയോന്ന് ഷവർമ അടിച്ചേറ്റി. ഇനി നേരെ ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് പോവാ. നോക്കി നടക്കണേ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ നിറച്ച് വണ്ടിയാ. നമ്മൾ യാത്ര ചെയ്യുമ്പോ കുറച്ചിങ്ങനെ മണി ഇങ്ങനെ പെറുക്കി തിന്നണം. അതിന് വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം.
എനിക്കാണെങ്കിൽ വിശപ്പിന്റെ അസുഖമുള്ളത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തേലും കുറച്ചോണ്ടിരിക്കണം. പിന്നെ വെള്ളം വാങ്ങിക്കണം. വെള്ളം മസ്റ്റാണ്, അല്ലെങ്കിൽ ഉണ്ടല്ലോ സീന. ഇവിടെ ഒരു കട ഉണ്ട്, ഇവിടെ കടയിൽ നിന്ന് വാങ്ങിക്കാം. എന്തായാലും വേണോ? നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ബസ് നോക്കി നോക്കാം. നമുക്ക് മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. അതോ നമ്മളെ മലപ്പുറം മഞ്ചേരി ബസ് ഇഷ്ടമോൾ. അപ്പൊ ഡ്രൈവർ നമ്മളെ ടിക്കറ്റ് ഒക്കെ വെരിഫൈ ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റും. അകത്തേക്ക് കയറ്റി കഴിഞ്ഞാൽ പിന്നെ സുഖാണ്. ബുക്ക് ചെയ്ത് സീറ്റിൽ കുത്തിയിരിക്കുക, സ്ഥലത്തുനിന്ന് ഇറങ്ങി പോവുക. ഇതന്നെയുള്ള പണി. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മള് കാവനൂർ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് വീട്ടിലേക്ക് പോവാം. വണ്ടി 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 വണ്ടി. അങ്ങനെ നീണ്ട 4 മാസത്തെ ഇടവേളകൾക്ക് ശേഷം ഞങ്ങൾ കാവനൂർ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങള് 7 മണിയാകുമ്പോഴേ വീട്ടിലെത്തുന്നാണ് അമ്മനോടും അച്ഛനോടും പറഞ്ഞത്. ഇനി ചെന്നിട്ട് നമുക്ക് വാതില് മുട്ടാം. അപ്പൊ ഒരു റിയാക്ഷൻ എന്താന്ന് നോക്കാട്ടോ. ഞങ്ങൾ നടന്നാണ് വീട്ടിൽ പോകുന്നത്. അധികം ദൂരമൊന്നുമില്ല. ഇവിടുന്ന് 2 അടി വെച്ചാൽ വീടെത്തും എന്നാണ് കൂടെയുള്ള ആൾക്കാർ പറയുന്നത്. പക്ഷെ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് വീടിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. അച്ഛനമ്മയും ഉറങ്ങുകയാണ്. ഈ കാണുന്നതാണ് നമ്മളെ വീട്. ഓക്കെ, അപ്പോൾ നമ്മൾ അച്ഛനും അമ്മേനെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. നമ്മൾ ചെന്ന് ഫ്രഷൊക്കെ ആയി സെറ്റായിട്ട് തിരുവോണ ദിവസം രാവിലെ കാണാം. ഹായോ, അപ്പൊ ഹാപ്പി ഓണം. ഇന്ന് തിരുവോണം. ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു, ചായ ഒക്കെ കുടിച്ച് ഇപ്പൊ ഓണസദ്യയിലേക്ക് കിടക്കാണ്. ഞങ്ങക്ക് ഓണമില്ല കേട്ടോ. ഓണമില്ലാത്ത ഞങ്ങൾ അച്ഛമ്മ മരിച്ചിട്ട് 1 ഇയർ ആയിട്ടില്ല. അപ്പൊ നെക്സ്റ്റ് ഇയറേ നമുക്ക് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ ജസ്റ്റ് ഓണസദ്യ ഉണ്ടാക്കി കഴിക്കുന്നു, പായസം കുടിക്കുന്നു. നേരെ നമ്മള് എൻ്റെ വീടായ വയനാട്ടിലേക്ക് പോവും. ഓക്കെ, അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയ ഓണ സ്പെഷ്യൽ വിഭവങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അടുക്കളയ്ക്ക് പോവാം. വാ. അച്ഛനവിടെ പായസം ഇറക്കിക്കൊണ്ടിരിക്കുക. ഓൾമോസ്റ്റ് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഇളക്കുക, ക്ലാസ്സിലേക്ക് കുടിക്കുക. മനുവളിയനതാ അവിടെ വെറുതെ ഇരിക്കുന്നത്. അവന് ഈ വീഡിയോയുടെ മുന്നിലേക്കൊക്കെ വരാൻ ഭയങ്കര ചമ്മല, അതുകൊണ്ടട്ടോ വരാത്ത. അപ്പൊ നമ്മൾ അച്ഛൻ്റെ പായസം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, ഞങ്ങൾ അടപ്പായസാണ് ഉണ്ടാക്കിയത്. വ്ലോഗ് ഇത് നമ്മളെ ഇതിന്റെ പേര് കാളൻ അല്ല, സോറി, ഓലൻ, സാമ്പാറ്, മസാലക്കറി, പിന്നെ കൂട്ടുകറി, ഉപ്പേരി, പപ്പടം, പിന്നെ നമ്മള് നല്ല കാളൻ, പിന്നെ നമ്മള് അച്ഛനുണ്ടാക്കിയ പുളിഞ്ചി, അമ്മ ഉണ്ടാക്കിയ നല്ല മാങ്ങ അച്ചാർ, പിന്നെ ചോറ്, നല്ല വെള്ളരിച്ചോറ്. അപ്പൊ ഞങ്ങള് സാധനങ്ങളൊക്കെ കണ്ടിട്ടേ ഇനി നമ്മള് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കും. അതിന് മുന്നേ നമുക്ക് നമ്മളെ വീടൊക്കെ ഒന്ന് കാണിച്ചു തരാം. കമോൺ. അപ്പൊ ഇതാണ് നമ്മളെ വീട്. നമ്മളെ വീടിന്റെ മുന്നിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്, നമ്മളെ സ്വന്തം അല്ലുപ്പാക്ക. അപ്പൊ ഇങ്ങനെ നമ്മൾ കയറി വരും. അപ്പൊ നമ്മള് ഓണായതുകൊണ്ട് പൂവൊന്നും ഇട്ടിട്ടില്ല, പൂക്കള. പക്ഷെ അതിന് പകരം മുറ്റത്ത് നിറച്ച് നല്ല പൂക്കൾ ഇതാ അച്ഛനും അമ്മ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എവിടെയും നിറച്ച് ചെമ്പന്തി പൂട്ട്. അപ്പൊ നമുക്ക് വീടിന്റെ അകത്തേക്ക് പോവാം. ഇത് നമ്മളെ സിറ്റൗട്ടിന് നേരെ നമ്മള് ഒരെണ്ണം ഓപ്പൺ ആക്കാൻ പറ്റുള്ളൂ.
നമ്മളെ ഹാള്. നമുക്ക് അമ്മേന്റെ അച്ഛൻ്റെ റൂമിൽ പോവാം. ഇതാണ് അച്ഛൻ്റെ അമ്മേന്റെ റൂം. ജസ്റ്റ് ഒരു ഗസ്റ്റ് റൂം. ഇവിടെ നമ്മളെ സാധനങ്ങള്, ഇവിടെ വിഭുവും പിന്നെ മഞ്ഞും ഒക്കെ ട്രോഫി കിട്ടിയ സാധനങ്ങള്, ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചതിന്റെ ഒക്കെ ട്രോഫികള്, അങ്ങനത്തെ സാധനങ്ങളാണ് ഇതെല്ലാം. നമുക്ക് നെക്സ്റ്റ് വൺ മോർ ഗസ്റ്റ് റൂം വിത്ത് പൂജാമുറി ആയിട്ടില്ല, ഞങ്ങൾ റൂമിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്തേക്കാണ്. നമ്മൾ ദൈവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കൃഷ്ണേട്ടനുണ്ട്, ശിവേട്ടനുണ്ട്, സരസ്വതി ചേച്ചിയുണ്ട്, മുത്തപ്പനുണ്ട്. ഇതൊരു സ്മോൾ റൂം കേട്ടോ. നമ്മുടെ നേരെ ഹാളിൽ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. അച്ഛനും അമ്മയൊക്കെ ഭക്ഷണം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ ഫോൺ വിളിക്കുകയാണ്. പിന്നെ ഇവിടെ ജസ്റ്റ് വാഷ് ബേസിനുണ്ട്. നേരെ ഈ സൈഡിലായിട്ട് ബാത്റൂം. പിന്നെ ഇവിടെ നമ്മളെ സ്റ്റോർ റൂം. പക്ഷെ ഇതിനകത്ത് സാധനങ്ങളൊക്കെ ജസ്റ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിൽ പോവാം. അടുക്കളയ്ക്ക് വരുമ്പോ ഇവിടെ തന്നെ നമ്മളെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ മനു അമ്മയും കൂടെ ഇവിടെ ഭക്ഷണം ഇളക്കിക്കൊണ്ടിരിക്കുക. മനുവിന്റെ അവിയലൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ നോക്ക്, നമ്മളെ എക്സ്പ്രഷൻ ഒന്നും ഇടൂല, കാര്യമൊക്കെ ഉണ്ടാ. പിന്നെ നമ്മളെ അടുപ്പ്. ഇവിടെ അടുപ്പില്ല, ഇത് ഗ്യാസ് അടുപ്പാണ്. നേരെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അവിടെ നേരെ വന്നു കഴിയുമ്പോ അവിടെ ഫുഡിന്റെ ഒക്കെ അറേഞ്ച്മെന്റ് മനു കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. നേരെ പോകുമ്പോ സ്റ്റെപ്പ് കയറി വരുമ്പോ തന്നെ ഒരു വലിയൊരു ഹാള്. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ യൂഷ്വലി താഴെ നമുക്ക് സ്പേസ് ഉണ്ടല്ലോ, അവിടെ വെച്ച് സെലിബ്രേറ്റ് ചെയ്യും. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഫുള്ള് നമ്മളെ കാവനൂരിന്റെ ടവർ കാണും, പക്ഷെ വേറെ ഒന്നും കാണില്ല. പിന്നെ നമുക്കിവിടെ ഓപ്പൺ ടെറസ് ഉണ്ട്, അത് ലോക്ക് ചെയ്തിരിക്കുക. അടുത്ത പ്രാവശ്യം കാണിച്ചു തരാം. ഇത് മനുവിന്റെ റൂം. മനുവിന്റെ റൂം ശരിക്കും ഇവിടെ നമ്മള് നിൽക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. മനു ഇപ്പൊ താഴെ അത്രയും റൂം ഉള്ളത് കൊണ്ട് അവൻ ഇവിടെ കിടക്കലില്ല. ഇനി അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ കിടന്നോട്ടെ വേണമെങ്കിൽ, പാവല്ലേ. അപ്പൊ ഇവിടുന്ന് നേരെ വിൻഡോ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഓപ്പൺ ബാൽക്കണിയിലേക്ക് ഡയറക്റ്റ് വ്യൂ വരുന്നുണ്ട്. നമുക്ക് നമ്മളെ റൂം പോവാം. നമ്മുടെ റൂം ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മളെ റൂം. ബെഡ്. അധികം സാധനങ്ങളൊന്നുമില്ല. ഞങ്ങള് ഇവിടെ അങ്ങനെ വല്ലപ്പോഴും വിരുന്ന് ഗസ്റ്റ് റൂമാണല്ലോ നമുക്ക് ഈ റൂം. നമ്മൾ വല്ലപ്പോഴും വന്ന് പോവും അങ്ങനെ. അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന് എവിടെയാന്നായിരിക്കും ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബാത്റൂമാണ്. നമ്മളെ ബാത്റൂം. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് ഒരു ഡ്രസ്സിംഗ് റൂം എന്നുള്ള രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും. ഇവിടുന്നൊക്കെ മേക്കപ്പ് ചെയ്യാനാണെങ്കിലും സാധനങ്ങളൊക്കെ ഡ്രോയിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യും. ഇവിടെ ഇങ്ങനെ യൂസ് ചെയ്യും. നമുക്ക് ഇതാണ് നമ്മളെ ഹോം. ജസ്റ്റ് ഒരു ഓപ്പൺ ബാൽക്കണി കൂടെ നമുക്കുണ്ട്. ഇവിടെ നമ്മൾ ജസ്റ്റ് ഡ്രസ്സെല്ലാം വാഷിംഗ് മെഷീൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മേലേക്ക് ടെറസിലേക്ക് ആക്സസ് ചെയ്യുന്നത് ഈ ഒരു ലാഡർ വെച്ചിട്ടാണ്. ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചു. ഇതാണ് നമ്മളെ ഫുൾ ഏരിയ വരുന്നത്. ഇത്ര സ്പേസിലാണ്. ഇപ്പൊ മഴയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് തോരയിടാനൊക്കെ നമ്മൾ അത് യൂസ് ചെയ്യും. അല്ലാത്ത കണ്ടീഷനിൽ നോക്കലൊന്നുമില്ല. ഇനി നേരെ നമുക്ക് ഫുഡ് അവിടെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോയി കഴിച്ചാൽ മാത്രം മതി.
ആദ്യം അത് ശർക്കരപ്പേരിലും തുടങ്ങാം. പിന്നെ ചിപ്സ് അച്ഛനെ കഴിക്കും. വറുത്തപ്പേര്. പിന്നെ നമ്മളെ മാങ്ങാച്ചാറ്. പിന്നെ ഇത് കൂട്ടുകറി. പിന്നെ മസാല, സോയാബീനും ഇതൊക്കെ ഇട്ടിട്ടുള്ള മസാലക്കറി. മനുവൊക്കെ ഒന്നും ഇണ്ടാതെ തിന്നാണ്. പയറുപ്പേരി ഉണ്ട്. പയറുപ്പേരി പോലെ അവിയല്. നമുക്ക് കാളനുണ്ട്, സാമ്പാറ്, പുളിയിഞ്ചി, രസം. രസം നമ്മൾ ജഗ്ഗിലാക്കി വെക്കുക ചെയ്തത്. ആവശ്യക്കാര് കൈ ഒഴിക്കുക. നല്ല രസമുണ്ട്. പിന്നെ പപ്പടം. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ലോണം തിന്നുക. ഇങ്ങനെ കുഴക്കുക. ഇതെല്ലാം നമുക്ക് വേണം. എല്ലാം എടുക്കുക. എല്ലാം ഓരോന്ന് എടുക്കുക. എന്നാലും നമുക്ക് എല്ലാം കൂടെ ടേസ്റ്റ്. ഇതും അച്ചാറും പപ്പടവും ഒക്കെ അങ്ങനെ ഇങ്ങനെ കുഴക്കുക. അപ്പോൾ നമ്മളിന്ന് ഓണം വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ സദ്യ കഴിച്ച് പായസം കുടിച്ച് റെസ്റ്റ് എടുത്ത് പിന്നെ ഞങ്ങൾ വയനാട്ടിൽ പോയി. അവിടെ നിന്ന് പിന്നെ കുറച്ച് തിരക്കായിരിക്കും. പിന്നെ നമ്മൾ ബാംഗ്ലൂർക്ക് നാളെ തന്നെ പോകും. അപ്പം ഇനി ബാക്കി വിശേഷങ്ങളായി വേറെ വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പം നമുക്ക് വീടിനകത്തേക്ക് പോവാം. നീ കഴിക്കൂലെന്ന് പറഞ്ഞിരുന്ന വെറുതെ ഒന്നുമല്ല. ഞാൻ മേലേക്ക് എറിയ അപ്പൊ വേഗം എടുത്തോ.